ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് കണ്ടു. പേര് സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് മാർവലിന്റെ ന്യൂ ഫേസിലേക്ക്. ഫേസ് 6 ആദ്യത്തെ പടം. ടോട്ടലി 37ാമത്തെ ഫിലിം. ഓൾസോ ഫാന്റാസ്റ്റിക് ഫോറിന്റെ റീബൂട്ടായിട്ടാണ് ഈ പടം വരുന്നത്. ഒറ്റ വിധത്തിൽ പറയുകയാണെങ്കിൽ എ കൂൾ ഫാമിലി ഫ്രണ്ട്ലി കളർഫുൾ പ്രിറ്റി നൈസ് മൂവി എന്ന് പറയില്ലേ. ഇതിൽ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് മാറ്റ് ഷാക്മാൻ ആണ്. വാൻഡ വിഷനൊക്കെ ഡയറക്റ്റ് ചെയ്ത അതേ ഡയറക്ടർ. ഇതിൽ മെയിൻ ഫാന്റാസ്റ്റിക് ഫോർ ആയിട്ടുള്ള 4 പേരായിട്ട് വരുന്നത് പെഡ്രോ പാസ്കല്, വാനിസ കിർബി, ഇബോണി മോസ്, ജോസഫ് ക്യൂനാണ് തിങ് ആയിട്ട് വരുന്നത്. പിന്നെ ജൂലിയ ഗാർണർ നമ്മുടെ സിൽവർ സൾഫർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ടും അതിന്റെ ഫീമെയിൽ വേർഷൻ. പിന്നെ ഇതിൽ ആ ഗാലക്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വില്ലനെ വോയിസ് ഓവറും മറ്റേ മോഷൻ പിക്ചറും കൊടുക്കുന്നത് റാൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇത് സെറ്റ് ചെയ്തേക്കണ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റെട്രോ മോഡിലുള്ള 1960s ആണ്. അതിലാണ് നടക്കുന്നത്. വേറെ എർത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഫാന്റാസ്റ്റിക് ഫോറിനെ അവർ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഇതിലത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഗാലക്ടസ് അവരുടെ പ്ലാനറ്റ് മൊത്തത്തിൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും അതിനെങ്ങനെയാണ് ഫാന്റാസ്റ്റിക് ഫോർ ഡിഫെൻഡ് ചെയ്യണതും അതിനിടയിൽ ഉണ്ടാകുന്ന ചില സങ്കീർണങ്ങളായ നിമിഷങ്ങളുമാണ് ഈ കഥ. ഇതിൽ മെയിൻ കഥ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയത് ഇവര് വളരെയധികം ഷോർട്ട് റണ്ണിങ് ടൈം. റീസെന്റ് വന്ന മാർവൽ പടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റണ്ണിങ് ടൈം കുറവാണെങ്കിൽ കൂടി അവർ ഒരുവിധ എല്ലാ കാര്യങ്ങളും പറയുകയും എൻഗേജ് ചെയ്ത് നിർത്തുകയും ഒപ്പം തന്നെ സ്റ്റോറിയും ഇമോഷനും കണക്ട് ചെയ്യാൻ പറ്റുകയും നല്ല നല്ല ഡയലോഗുകൾ ഒപ്പം നല്ല നല്ല ആക്ഷൻസ്, പ്രത്യേകിച്ച് സ്പേസിലൊക്കെ ചില സീൻസ് ഒക്കെ അത് 3D കണ്ടു കഴിഞ്ഞാൽ അത് വർത്തി ആയിരിക്കും എന്ന രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തത്. അതൊന്നും അവർ പുറത്തേക്കേ വിട്ടിട്ടില്ല. നല്ല രസമായിട്ട് അവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ ഈ ഫാന്റാസ്റ്റിക് ഫോർ ഫാമിലി, ആ ഫാമിലിയുടെ ഒരു ബോണ്ട് അത് അവർ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ അഭിനയിച്ച് ഈ പറഞ്ഞ 4 ആൾക്കാരും, പെഡ്രോ ആയാലും ശരി, വാനിസ ആയാലും ശരി, മറ്റേ സൂസ്റ്റോ, അങ്ങനെ എല്ലാ ആൾക്കാരും അവരുടെ കഥാപാത്രങ്ങളൊക്കെ അവർക്ക് നമുക്ക് കൺവിൻസിങ് ആവുന്ന തരത്തിൽ നമുക്കൊരു കണക്ട് ചെയ്യാവുന്ന തരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെ നല്ല വിഷ്വലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർവലിലേക്ക് ഈ പുതിയൊരു ഫേസിനെ സംബന്ധിച്ചിടത്തോളം ഈ പടം വളരെ നിർണായകമായിരുന്നു. അപ്പൊ അത് അവർക്ക് എന്താ പറയാ, അതിനൊരു ഒരു കുറവ് വരുത്താതെ നല്ല രീതിയിൽ തന്നെ വളരെ നീറ്റായിട്ട് അവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് ഉണ്ട്. ഇതിലത്തെ ഒരു കഥാപാത്രം, ഫേസ് 1 ഫേസ് 6 ആദ്യത്തെ പടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവര് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ബിഗ് പടങ്ങളിലേക്കുള്ള ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി അവഞ്ചേഴ്സിന്റെ 2 പടങ്ങൾ വരാതിരിക്കണുള്ളൂ. എന്റെ അറിവിൽ ശരിയാണെങ്കിൽ അടുത്തത് സ്പൈഡർമാന്റെ പടമാണ് അവർ ടൈം ലൈനിൽ വെച്ചേക്കുന്നത്. പക്ഷെ ബിഗ് പടമായിട്ട് വരുന്നത് അവഞ്ചേഴ്സ് അടുത്ത കൊല്ലം ഡിസംബറിലേക്കാണ്. അതിലേക്കുള്ള ഒരു കണക്ഷൻ ഇതിലുണ്ട്. ആ കണക്ഷൻ തരുന്ന, അതായത് ഈ കഥയിൽ പറയുന്ന കഥാപാത്രങ്ങളുടെ ഇനി അവർക്ക് വരുന്ന വലിയ സാധ്യത കാണിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. കഥ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴാണ് ആ പോസ്റ്റ് ക്രെഡിറ്റിലേക്ക് എത്തുമ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് ഭയങ്കര വലുതല്ല, ചെറുതാണ്, പക്ഷെ വളരെയധികം പവർഫുൾ ആണ്. ഒരു ക്യാമിയോ കാണിക്കുന്നുണ്ട്. തിയേറ്റർ മൊത്തം അടിച്ച് പൊളിയാ മൂടി വരുന്ന അയാളെ മുഴുവൻ കാണിക്കുന്നില്ല, പക്ഷെ മതി നമുക്കത് അയാൾ ആരാണെന്നും ആ കഥാപാത്രത്തിന് ഇനി വരാൻ പോണ മാർവൽ പടത്തിലുണ്ടാകുന്ന പ്രാധാന്യം നമുക്ക് അറിയണോണ്ട് നമുക്ക് കോരിത്തരിപ്പുണ്ടായിരിക്കും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നൈസ് എൻട്രി, അതായത് ഒരു പ്രെറ്റി ഗുഡ് കളർഫുൾ വിഷ്വലി ബ്യൂട്ടിഫുൾ എൻട്രി ആണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള നല്ല ക്വാളിറ്റി തിയേറ്ററിൽ തന്നെ പടം പോയി കാണുക, 3D കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണ് ചാൻസ് എന്ന് വിചാരിക്കുന്നു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.